മലരിക്കൽ എക്കോ ടൂറിസം ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ മലരിക്കലെ ആമ്പൽപ്പാടങ്ങൾ. ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. എന്നാൽ ഒന്ന് പോയേക്കാമെന്ന് ഞാനും വിചാരിച്ചു. നമ്മൾ യാത്ര തുടങ്ങി. നല്ല വെയിലായി, ഒരു 9-9:30 സമയമായി. നല്ല വെയിലായി. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, ഒരു കുടയുള്ളൂ. അപ്പം നമ്മുടെ വള്ളത്തിൻ്റെ സാരഥി, അദ്ദേഹത്തിൻ്റെ വീട് ഈ ആമ്പൽപ്പാടത്തിൻ്റെ കരയ്ക്ക് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനൊരു കുടയും കൂടെ എടുത്തുകൊണ്ട് തരാം. അദ്ദേഹം കുടയെടുക്കാൻ വേണ്ടി വീട്ടിൽ പോയി. പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ചേട്ടൻ കുട തന്നു. വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ് മലരിക്കലെ ആമ്പൽപ്പാടങ്ങളിലേക്ക്. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് 1800 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ആമ്പൽപ്പാടങ്ങൾ. ശരിക്കും ഇത് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളാണ് കേട്ടോ. കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറി നിറഞ്ഞ് അത് കായലുപോലെയാകുന്നു. അപ്പോഴേക്കും ചെളിയിലാണ്ട് കിടക്കുന്ന ആമ്പൽ വിത്ത് മുളച്ച് കയറി ഇങ്ങ് വെള്ളത്തിന് മുകളിലേക്ക് വരും. പിന്നീട് അങ്ങോട്ട് ആമ്പൽ വസന്തമായി. അതുകൊണ്ട് എന്തായാലും കൊയ്ത്തുകാലം കഴിഞ്ഞാലും ഈ നാട്ടുകാർക്കൊരു വരുമാനമായി. ഇനി ഞങ്ങൾക്ക് കിട്ടിയ പണി എന്താണെന്ന് പറയാം. മലരിക്കൽ പോകുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ആമ്പൽ വിടരുന്നത് രാത്രിയിലാണെന്നറിയാമല്ലോ. രാവിലെ സൂര്യപ്രകാശം വന്നു തുടങ്ങുന്നതോടെ ഇയാൾ വാടാൻ തുടങ്ങും. അതായത് ആമ്പലുകൾക്ക് ചന്ദ്രനോടാണ് പ്രണയമെന്നാണല്ലോ വൈപ്പ്. അതുകൊണ്ട് വിടർന്ന് ഭംഗിയോടെ നിൽക്കുന്ന ആമ്പൽപ്പാടങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 8-8:30 മണിക്ക് മുൻപായിട്ടെത്തണം. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 9:30 ആയി കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, ആമ്പലുകളെല്ലാം വാടിക്കൊഴിഞ്ഞ് ആ ഒരു ഭംഗി അങ്ങ് പോയി. അങ്ങനെ എന്തായാലും നമ്മുടെ ബോട്ടിൻ്റെ സാരഥി ചേട്ടൻ ഞങ്ങൾ ഈ പാടശേഖരത്തിൻ്റെ അങ്ങേ എൻഡിലേക്ക് കൊണ്ടുപോയി. ഈ കാണുന്നത് ഒരു മോട്ടോർ പുരയാണ്. ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളാണല്ലോ. ഇനി കൊയ്ത്തിന് വേണ്ടി നില ഒരുക്കാൻ ഈ വെള്ളം മുഴുവൻ അടിച്ച് കായലിലേക്ക് കളയണം. അതിനു വേണ്ടിയിട്ട് മോട്ടോർ ഫിറ്റ് ചെയ്യുന്ന മോട്ടോർ പുരയാണിത്. അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മലരിക്കൽ ആമ്പൽപ്പാടത്തെപ്പറ്റി, ഇവിടുത്തെ കൃഷിയെപ്പറ്റിയൊക്കെ വിശദമായ ഒരു ക്ലാസ് തന്നെ തന്നു കേട്ടോ. അതും എത്ര വീതിയുള്ളത് അത് അതൊക്കെ കോൺക്രീറ്റ് ചെയ്താ. ഈ അടുത്ത കാലത്ത് സ്വാമിനാഥൻ കമ്മീഷന്റെ മൊത്തം ഇതാ. ഇത് അപ്പർ കുട്ടനാടോ അത് കുട്ടനാടോ? അത് ശരിക്കും കുട്ടനാടാ. അത് ഇതൊക്കെ ഈ കാണുന്ന വിശാലമായ സ്ഥലം 1800 ഏക്കർ. അങ്ങനെ അദ്ദേഹത്തിനോട് കുറേ നേരം സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നതിന് മുൻപ് ഈ മലരിക്കൽ വന്നു പോകുന്നവരുടെ ഒരു സ്ഥിരം കലാപരിപാടി ഉണ്ടല്ലോ, പോകുമ്പോൾ കുറച്ച് ആമ്പലുകൾ പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളത്. ഞാനും കുറച്ച് ആമ്പലുകൾ പറിച്ചെടുത്തു കേട്ടോ. ചുവന്ന ആമ്പലുകൾ മാത്രമല്ല, ഇവിടെ വെള്ള ആമ്പലുകളും ഉണ്ട്. രണ്ടും ആവശ്യത്തിന് പറിച്ചെടുത്തു. ഇതിൻ്റെ നീളം, ഇതിൻ്റെ തണ്ടിൻ്റെ നീളം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല നീളമാണ്. അങ്ങനെ ഈ ആമ്പലുകളും പറിച്ചെടുത്തുകൊണ്ട് നമ്മൾ കരയിലോട്ടുള്ള യാത്രയിലാണ്. ഇനി ഈ മലരിക്കലിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഈ ആമ്പൽ ടൂറിസം ഏകദേശം തീരാറായിട്ടുണ്ട്. അതിൻ്റെ സീസൺ തീരാറായിട്ടുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അടുത്ത മലരിക്കലെ ആമ്പൽ സീസണിന് വേണ്ടിയിട്ട് അവരോടൊപ്പം നമുക്കും കാത്തിരിക്കാം.